ഇറാനുമായുള്ള ശത്രുതയും സൈനിക നടപടികളും അവസാനിപ്പിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ വെടിനിർത്തൽ തുടരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം US നിലപാട് മാറ്റിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് ഇറാൻ പറയുന്നത്. വിവരങ്ങളുമായി വിസ്മയ പ്രകാശാണ് ചേരുന്നത്. വിസ്മയ, ഒരു നിർണായകമായ പ്രഖ്യാപനമാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എല്ലാ ശത്രുതകളും അവസാനിപ്പിച്ചതായിട്ടാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഈ യുദ്ധം 60 ദിവസം പിന്നിടുമ്പോൾ ഇപ്പോൾ പുതിയ പ്രഖ്യാപനവുമായാണ് ട്രംപ് വന്നിരിക്കുന്നത്. എന്തായാലും ഇറാനുമായുള്ള ശത്രുതയും അതുപോലെ തന്നെ സൈനിക നടപടികളും അവസാനിപ്പിച്ചതായാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യം ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിച്ചു, അതുപോലെ തന്നെ സൈനിക നടപടികൾ അവസാനിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ വെടിനിർത്തൽ തുടരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതായത് 1973 ഒരു വാർ പവേഴ്സ് റെസൊല്യൂഷൻ പ്രകാരം ഈ ഒരു പ്രസിഡന്റ്, അതായത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് 60 ദിവസം കഴിയുമ്പോൾ ആ യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് അതിൻ്റെ ഒരു നിയമവശം. എന്തായാലും ആ ഒരു കോൺഗ്രസിൻ്റെ, അതായത് ഈ ഒരു പാർലമെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ ഒരു പ്രസിഡന്റിന് 60 ദിവസം മാത്രമേ ഒരു യുദ്ധം തുടങ്ങാൻ കഴിയൂ. ആ ഒരു 60 ദിവസം മാത്രമേ ആ യുദ്ധം നീളുകയുള്ളൂ. അതിനുശേഷം യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് ഇതിൻ്റെ ഒരു നിയമവശം. ആ ഒരു നിയമം പരിഗണിച്ചാണ് ഇപ്പോൾ ആ ഒരു 60 ദിവസം പിന്നിട്ട് കഴിയുമ്പോഴാണ് ഇപ്പോൾ ട്രംപ് പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതായത് ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചു. എന്നാൽ ട്രംപ് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെടിനിർത്തൽ നിലവിലുള്ളതിനാൽ തനിക്ക് കൂടുതൽ സമയം ലഭിക്കുമെന്നാണ് ട്രംപിൻ്റെ ഒരു മറുവശത്തെ ഒരു വാദം എന്ന് പറയുന്നത്. പക്ഷേ ആ വാദം തെറ്റാണെന്ന് ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഒരു ആശ്വാസം എന്ന് പറയുന്നത് സൈനിക നടപടികൾ അവസാനിപ്പിച്ചു എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെടിനിർത്തലിന് ശേഷം, അതായത് വെടിനിർത്തൽ 2 ആഴ്ചത്തേക്കും കൂടെ നീട്ടിവെച്ചിരുന്നു ട്രംപ്. അതിനുശേഷം ഇറാനുമായി വെടിവെപ്പ് ഉണ്ടായിട്ടില്ലെന്നുള്ളൊരു കാര്യം അടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച കോൺഗ്രസ് അംഗങ്ങൾക്ക് അയച്ച കത്തിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ട്രംപ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു ഫെബ്രുവരി 28-നായിരുന്നു ആ ഒരു സംഘർഷം ആരംഭിച്ചത്. ഈ ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഈ ഒരു സംഘർഷം 60 ദിവസം പിന്നിട്ടു. അതിനാൽ തന്നെ ഈ ഒരു സൈനിക നടപടികളും അതുപോലെ തന്നെ ശത്രുതയും അവസാനിപ്പിച്ചു എന്നുള്ളൊരു കാര്യമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ഇറാൻ്റെ ഒരു വശം എന്ന് നോക്കുകയാണെങ്കിൽ ഇറാൻ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ഈ ഒരു അമേരിക്കയോട്. അതായത് ഇവരുമായുള്ള യുദ്ധം പൂർണ്ണമായി ഇറാനെ ഈ ഒരു അമേരിക്ക ആക്രമിക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യം അടക്കമായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ചൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹോർമുസ് എന്നതിൻ്റെ അധികാരം ഈ ഒരു ഇറാന് കൊടുക്കണം, ആ ഒരു പൂർണ്ണ അധികാരം ഇറാന് നൽകണം എന്നടക്കമുള്ളൊരു കാര്യമായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നത്. ആ ഒരു നിർദ്ദേശങ്ങളിൽ എന്തായാലും തൃപ്തനല്ല എന്നുള്ളൊരു കാര്യം കൂടെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ തൃപ്തനല്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യവുമായി മുന്നോട്ട് പോകാൻ ട്രംപിന് താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം കൂടെ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഈ ഒരു ചർച്ചക്കടക്കം തയ്യാറാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക, അതായത് ഈ ഒരു വർഷത്തിനിടെ 2 പ്രാവശ്യമാണ് ഇറാന് നേരെ ഈ ഒരു ആക്രമണം ട്രംപ് അമേരിക്ക നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ആക്രമണം പൂർണ്ണമായും ഒഴിവാക്കും എന്നുള്ളൊരു കാര്യം ഈ ഒരു അമേരിക്ക ആ ഒരു ഉറപ്പ് നൽകണം എന്ന അടക്കമുള്ളൊരു നിർദ്ദേശമായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നത്. ആ ഒരു നിർദ്ദേശത്തിൽ തൃപ്തനല്ല എന്നാണ് ഈ ഒരു ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ മാത്രമേ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ, അല്ലെ അതിനുള്ള ഒരു ചർച്ചയ്ക്ക് ഒരുങ്ങുകയുള്ളൂ എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇറാൻ്റെ ഒരു വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ട്രംപ് ഇറാനെ പരിഹസിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അതായത് ഇറാൻ ഭരണകൂടത്തിൽ തന്നെ 3ഉം 4ഉം ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു അടക്കമുള്ള ഒരു പരിഹാസം തന്നെ ട്രംപ് ഇറാന് നേരെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ വീഴില്ല, അല്ലെങ്കിൽ അത്തരം നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അടക്കമാണ് ഈ ഒരു വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 60 ദിവസം പിന്നിടുമ്പോൾ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതുപോലെ തന്നെ സൈനിക നടപടികൾ ഒഴിവാക്കും എന്നുള്ളൊരു കാര്യം അടക്കമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം വെടിനിർത്തൽ തുടരുന്നു എന്നുള്ളൊരു കാര്യം അടക്കം ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ശരി, വ്യക്തമാണ്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന പ്രഖ്യാപനം അനുസരിച്ച് ഇറാനുമായുള്ള ശത്രുതയും സൈനിക നടപടികളും അവസാനിപ്പിച്ചതായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അതേസമയം തന്നെ വെടിനിർത്തൽ തുടരുന്നു എന്നൊക്കെയാണ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും US നിലപാട് മാറ്റുകയാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നൊരു നിലപാട് അറിയിക്കുകയാണ് ഇറാനും. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിസ്മയ പ്രകാശാണ്.